ഹലോ കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണ്ണീറ്റപ്പോഴത്തേക്ക് ഓർത്ത് ഞായറാഴ്ചയില്ല, അപ്പം അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്ന്. അമ്പലത്തിൽ പോകുന്ന ഇന്ന് രാവിലെ എടുത്ത തീരുമാനമാണ്. അതുമാത്രമല്ല, ഇന്ന് പുറത്ത് പോയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അച്ഛനും മോനും കൂടെ കുളിക്കാനായിട്ട് പോയേക്കുവാണ്. ഞാനും കുളിച്ചിട്ട് വരാം. ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞെത്തി. ഇനിയൊന്നും ഒരുങ്ങേണ്ട താമസമേ ഉള്ളൂ. അവർ രണ്ടുപേരും റെഡിയായിട്ടിരിക്കുക. അപ്പോൾ ഒരുങ്ങിയിട്ട് കാണാം. ഞാനപ്പോൾ അങ്ങനെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ പുറകിൽ ദേശാത്തട്ടൻ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. കിച്ചുക്കുട്ടനാണെങ്കിൽ നേരത്തെ തന്നെ റെഡിയായിട്ട് വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയ പാടെ തന്നെ ഒരു ലോട്ടറിക്കാരൻ ചേട്ടൻ അടുത്ത് വന്നായിരുന്നു. അപ്പോൾ ശരത്തേട്ടൻ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്നൊരു ലോട്ടറി എടുക്കുന്നുണ്ട്. എപ്പോൾ ലോട്ടറിക്കാരെ കണ്ടാലും ശരത്തേട്ടൻ ലോട്ടറി എടുക്കും കേട്ടോ, പക്ഷേ അടിക്കത്തൊന്നുമില്ല. ഞങ്ങളപ്പോൾ അങ്ങനെ തൊഴാനായിട്ട് പോകുവാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. അമ്പലം പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ മണ്ണാർശാല അമ്പലത്തിലാണ് ഞങ്ങൾ തൊഴാനായിട്ട് വന്നത്. കുറച്ച് നേരമൊക്കെ ക്യൂ നിൽക്കേണ്ടി വന്നു ഞങ്ങൾക്ക് തൊഴാനായിട്ട്. അത്ര നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് അമ്പലത്തിൽ. ഇന്ന് അമ്പലത്തിൽ പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു കിച്ചുസ് കുറേ നേരമൊക്കെ എൻ്റെ കൈ പിടിച്ച് നടന്നേ. അല്ലെങ്കിൽ എവിടെ പോയാലും അവനെ എടുക്കെടുക്കെന്ന് പറഞ്ഞ് ബഹളമായിരിക്കും. ഇന്ന് കുറച്ച് നേരമൊക്കെ എൻ്റെ കൂടെ നടന്നാൾ. ഞങ്ങളിപ്പോൾ കാവിനുള്ളിലേക്കുള്ള അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് നടക്കുവാണ്. കുറേ പേരൊക്കെ തൊഴുതിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുറേ നേരം ഈ കുളത്തിൻ്റെ സൈഡിൽ നിന്നായിരുന്നു. ഈ കുളത്തിൽ നിറയെ ആമകളാണ്. അപ്പോൾ കിച്ചുക്കുട്ടനാണെങ്കിൽ ആമയെ കാണുന്ന വലിയ ഇഷ്ടം. അപ്പോൾ ആമയെ നോക്കിക്കൊണ്ട് ഞങ്ങൾ ഒത്തിരി നേരം അങ്ങനെ അവിടെ നിന്ന്. ഞങ്ങൾ മാത്രമല്ല, അവിടെ വന്നിട്ടുള്ള എല്ലാവരും ഇത് നോക്കി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ തിരിച്ച് നടക്കുന്ന വഴി കിച്ചുക്കുട്ടൻ പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എനിക്ക് ഇനി ആമകളെ കാണണമെന്ന് പറഞ്ഞ് പരാതി നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഞങ്ങളപ്പോൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയോണ്ടാണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ തൃക്കുന്നപ്പുഴ ആയപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി. കിച്ചുക്കുട്ടാ, എന്തോ പൊന്ന് കഴിക്കാൻ വേണ്ട? പൊറോട്ട മതിയാ? പാൽമേളം വേണം? ആ ശരി. നല്ല ചൂട് പൊറോട്ടയും ബീഫ് റോസ്റ്റും കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ വയറങ്ങനെ ഫുള്ളായി. അവിടെ നിന്ന് അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി ഞങ്ങൾ നേരെ കയറുന്നത് ബേബി ബീറ്റ്സ് എന്ന് പറയുന്നൊരു ഷോപ്പിലാണ്. അവിടെ കയറിയെന്ന് വെച്ചാൽ ശരത്തേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അവനൊരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ ഈ ഒരു കാറാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ അതെല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ അവിടെ കടയിൽ അങ്ങനെ ഇരുന്നു. പിന്നെ പിള്ളേരെയും കൊണ്ട് കടയിൽ പോയാൽ നമ്മൾ പറയണ്ടല്ലോ, അവർക്ക് കാണുന്നതെല്ലാം വേണം. അപ്പോൾ കിച്ചൂസ് എന്തൊക്കെയോ അവിടെ നിന്ന് പെറുക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ ഞങ്ങൾ കിച്ചുക്കുട്ടന് ഒരു ഡ്രസ്സും കൂടെ നോക്കിയേ, കാരണം അടുത്ത മാസം കിച്ചുവിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ ഈ 3 ഷർട്ടിൽ ഏതാണ്ട് ഈ ഷർട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്ലൂ കളറിലെ ജോഗർ ജീൻസും കൂടെ എടുത്ത്. കടയിലെ ചേട്ടൻ അപ്പോൾ വണ്ടിയെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് പാക്ക് ചെയ്ത് തന്നു. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് നേരെ വന്നത് നമ്മുടെ ഋതുക്കുട്ടൻ്റെ അടുത്താണ്. ഋതുക്കുട്ടന് വേണ്ടിയായിരുന്നു ഈ വണ്ടി മേടിച്ചത്. ആദ്യം ഒന്ന് വണ്ടിയിലെടുത്തിയപ്പോൾ ആളിന് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഒന്ന് ഇരുന്നെല്ലാം വന്നപ്പോഴത്തേക്ക് അവൻ ഓക്കെ ആയി. പിന്നെ അവൻ്റെ പേടിയെല്ലാം മാറി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ കാര്യം പറഞ്ഞൊക്കെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇത് ഞാൻ പറയാൻ മറന്നതാണ്, ഇതാ കടയിൽ നിന്ന് മേടിച്ച ക്രിക്കറ്റ് ബാറ്റും ബോളുമാണ്. വീട്ടിൽ വന്നപ്പോൾ ഇതിട്ട് കളിക്കണമെന്നും പറഞ്ഞ് ഒറ്റ നിർബന്ധമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കിച്ചുക്കുട്ടനുമായിട്ട് അങ്ങനെ നിന്ന് കളിച്ചു. ഞങ്ങളപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. കുറച്ച് നേരമായി എത്തിയിട്ട്. കിച്ചൂസ് അപ്പുറത്ത് നിന്ന് കളിക്കുന്നു, ശരത്തേട്ടൻ അപ്പുറത്തുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.